ഹബീബായ മുത്തനബി തങ്ങളുടെ ആഷിഖീങ്ങൾ പ്രമുഖരായിരുന്നു ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅദ്ദിനായിട്ട് അവിടുത്തെ മദീന പള്ളിയിൽ ഒരുപാട് കാലം ദീർഘകാലം സേവനം ചെയ്ത മഹാനവറുകൾ. അവസാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ മുത്തനബി തങ്ങളില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദീന വിട്ടിറങ്ങുകയാണ് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. മദീന വിട്ടിറങ്ങി അങ്ങനെ ഊരു ചുറ്റി നടക്കുകയാണ്, എവിടേക്കെന്നില്ലാതെ നടക്കുകയാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. കുറേ കാലങ്ങളായിട്ട് മദീനയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഒരിക്കൽ ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകൾ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഹബീബ മുത്തനബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ ബിലാൽ ഹാദിഹിൽ ജഫാ, ബിലാലെ എന്താണ് ഈ പിണക്കം? ഞാൻ മരണപ്പെട്ടു പോയിട്ട് നീ എൻ്റെ ഖബറിലേക്കൊന്നും വന്നില്ലല്ലോ, എൻ്റെ ഖബറിൽ നീ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വന്നില്ലല്ലോ, എന്താ നീ എന്നോട് പിണങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബേ, അങ്ങില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നബിയെ, അതുകൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വാക്ക് മഹാനായ ഹസാൻ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് എല്ലാം തറക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. മദീനയിലേക്ക് എത്തി. ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്തു. മദീന പള്ളിയിലേക്ക് കയറി. ബാങ്കിൻ്റെ സമയമായി. ആ സമയത്ത് സ്വഹാബത്തെല്ലാവരും വന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാൽ, നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കണം. അന്ന് ഹബീബിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കേട്ടിരുന്ന വലിയ സുന്ദരമായ ബാങ്ക്, ആ ബാങ്ക് ഞങ്ങൾക്ക് കേൾക്കാത്ത വലിയ വിഷമമുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് ബാങ്ക് വിളിക്കണം. പക്ഷേ മുത്തനബി തങ്ങളില്ലാത്ത ആ പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിക്കാൻ ഹബീബിൻ്റെ വലിയ ഹാഷിക്കായ ഒരു ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു കഴിയുന്നില്ല. കുറേ മാറി നിന്നു, കുറേ ഒഴിവുകൾ പറഞ്ഞു. പക്ഷേ മുത്തനബി തങ്ങളുടെ പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളെ വെല്ലിപ്പാനെ മുൻനിർത്തി ചോദിക്കുന്നു, നിങ്ങളൊന്നും ഇന്ന് ബാങ്ക് വിളിക്കണം. ആ ഹബീബിൻ്റെ പേരമക്കൾ പറയുമ്പോൾ എങ്ങനെ ഞാൻ ബാങ്ക് വിളിക്കാതിരിക്കും? മഹാനവറുകൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ മിനാരത്തിന് മുകളിൽ കയറി ബാങ്ക് വിളി തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ശബ്ദമങ്ങ് കേട്ടതോടുകൂടെ മദീന ആകെ ഞെട്ടിവിറക്കുകയാണ്. ഹബീബിൻ്റെ കാലത്തെക്കുറിച്ച് സഹാബത്തിന് മൊത്തം ഓർമ്മ വരികയാണ്. സഹാബത്തൊക്കെയും ആ വീട്ടിൽ സഹാബിയത്തായ വനിതകളും കുട്ടികളും എല്ലാം ബിലാൽ റളിയല്ലാഹു അൻഹു ശബ്ദം കേട്ടതോടെ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഓ, ഹബീബ് തങ്ങൾ തിരിച്ചു വന്നോ, മുത്തനബി തങ്ങൾ ഹയാത്തായി വീണ്ടും വന്നോ? അവരാവേശത്തോടുകൂടെ പുറത്തിറങ്ങുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കേട്ടുകൊണ്ട്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നങ്ങ് ചെല്ലാൻ തുടങ്ങി. ആ ഹബീബിൻ്റെ പേരങ്ങ് പറഞ്ഞപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നിയന്ത്രണം വിടുകയാണ്. മഹാനവറുകൾ മുത്തനബി തങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നു, ബോധരഹിതനായി വീഴുന്നു. ആ ബാങ്ക് പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സാധിച്ചില്ല. ചരിത്രങ്ങളിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് അതുപോലെ കരഞ്ഞൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന്. എല്ലാവർക്കും ആ മുത്തനബി തങ്ങളുടെ കാലത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ്. സഹാബത്ത് മുഴുവനും വിങ്ങിപ്പൊട്ടുകയാണ്, എല്ലാവരും കരയുകയാണ്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും കരയുന്നു. കൂട്ടക്കരച്ചിലായിരുന്നു അന്ന് മദീനയിൽ എന്ന ചരിത്രങ്ങൾ കാണാം. അതിൽ നിന്ന് തന്നെ ആ സഹാബത്തിനെല്ലാം മുത്തനബി തങ്ങളോടുള്ള വല്ലാത്ത അടങ്ങാത്ത മഹബത്തും സ്നേഹവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മുത്തനബി തങ്ങളുടെ മാദിഹീങ്ങളും ആഷിഖീങ്ങളിലും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.